വീട് പണി തുടങ്ങിയ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഇപ്പം പ്രത്യേകിച്ച് മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി കൂടുതലായതിനു ശേഷം വുഡൻ ഡോർ വേണോ, സ്റ്റീൽ ഡോറുകൾ വേണോ, അതല്ലെങ്കിൽ കോൺക്രീറ്റ് വേണോ, ഏതാണ് ഡോറിന്റെ ഫ്രെയിമുകൾ നല്ലത്, ഡോർ സെറ്റിങ്ങിൽ നല്ലത് എന്നുള്ളതാണ്. നിസ്സംശയം നമുക്ക് പറയാൻ പറ്റിയതാണ് അയൺ ഡോർ എന്നുള്ളത് അല്ലെങ്കിൽ സ്റ്റീൽ ഡോർ എന്നുള്ളത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രെങ്ത് തന്നെയാണ്. ഒരുപാട് ലോക്കിംഗ് ഒക്കെ അത്യാവശ്യം ഹെവി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സിസ്റ്റംസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പല വീടുകളിലും ഈ ഡോറ് വെച്ചതിന്റെ പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതും ഏത് സമയത്ത് ഈ ഒരു കട്ടിൽ അല്ലെങ്കിൽ ഡോർ ഫിറ്റ് ആക്കണം എന്നുള്ളത് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. പ്രശ്നങ്ങൾ എടുത്തിട്ട് കാണിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എൻ്റെ കൈ ഇങ്ങനെ കയറും, ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അയൺ ഡോർ സേഫ് ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞത് സേഫ് ആണെന്നാണ് പറഞ്ഞത്. കാരണം ഇതിന്റെ സ്ട്രെങ്ത് ഇതൊക്കെ വെച്ച് നോക്കുന്നതാണെങ്കിൽ വുഡിനൊക്കെ അപേക്ഷിച്ചിട്ട് സ്ട്രെങ്ത് ആണ്. പക്ഷെ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അളവുകളിൽ മാത്രമേ ഇത് അവൈലബിൾ ആവുന്നുള്ളതാണ്. പലപ്പോഴും കസ്റ്റമൈസ്ഡ് മെഷർമെന്റിൽ കിട്ടാറില്ല. ചിലപ്പോൾ നമുക്ക് ആദ്യമേ കട്ടിൽ വെക്കുന്നതാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. പക്ഷെ ഡോർ ഉൾപ്പെടെ ഇങ്ങനെ സെറ്റിങ് പിന്നീട് ചെയ്യുന്നതിലാണ് അധിക സ്ഥലത്തും പ്രശ്നം വരില്ല. ചില സ്ഥലങ്ങളിൽ മുകളിൽ ബീം പൊട്ടിക്കേണ്ടി വരുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ഫ്ലോറിന്റെ പ്രശ്നം വരുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ഈ വാളിന്റെ പ്രശ്നങ്ങളും വരുന്നുണ്ട്. മിക്കവാറും സ്ഥലത്തൊക്കെ ഇത് ഫില്ല് ചെയ്തിട്ട് കാണാറുണ്ട്. അപ്പം നിങ്ങൾ ഫില്ലിങ് ഒഴിവാക്കാൻ വേണ്ടി ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ടൈം തന്നെ വെക്കുക എന്നുള്ളതാണ്. നമ്മളെ മെറ്റൽ നിങ്ങൾക്ക് അറിയാലോ, എന്തായാലും വെള്ളമായിട്ട് ചേർന്ന് ഓക്സിഡേഷൻ സംഭവിച്ച് അതിന് തുരുമ്പ് വന്ന് കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് എത്ര നല്ല ഏത് മെറ്റീരിയലും വെള്ളത്തിലും പൂഴിയിലും ചേർന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മണ്ണും അടിച്ചു കഴിഞ്ഞാൽ തുരുമ്പ് വരും, അതിനൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അളവ് വെച്ചതിന് ശേഷം പിന്നീട് ആ അളവിലുള്ള ഡോർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ പൊതുവേ കല്ല് വെക്കുന്ന ആൾക്കാർ, ഇതിന്റെ പണിയെടുക്കുന്ന ആൾക്കാർ പറയും നമുക്കൊരു ചെറിയ സ്പേസ് വെക്കുക. കാരണം അവർക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള, അവരാണ് വെക്കുന്നത്, അവർക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന്. അതല്ലെങ്കിൽ ഈ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഡോറിന്റെ ടീം, അവർക്ക് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് വെക്കാറോ വരും. ഇപ്പം 120 വേണമെങ്കിൽ 122 സെന്റിമീറ്റർ ഒക്കെ അവർ വെച്ച് കളയും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പം നമുക്ക് ഈ ഡോർ അനക്കി കഴിഞ്ഞാൽ അനങ്ങും. ഇവിടെയൊക്കെ ഒരു ചെറിയ പാക്കിങ് വെച്ചിട്ടാണ് ഈ ബോൾട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെങ്ത് ഒക്കെ ഇവിടെ പോയി കാറ്റി പറന്നെന്ന് പറയാം. ഡോറിന് സ്ട്രെങ്ത് ഉണ്ട്, ഡോർ ഓക്കെയാണ്, ഈ ഒരു പോർഷൻ ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഈ ഫിറ്റ് ചെയ്ത ഭാഗം സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഡോർ എത്ര നന്നായിട്ടും കാര്യമില്ല. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അളവ് വെക്കുന്ന സമയത്തേക്ക് സ്റ്റാൻഡേർഡ് അളവുകളിലാണ് മിക്കവാറും ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നോക്കിയിട്ട് അത് നമ്മൾ ഫിക്സ് ചെയ്ത് മോഡൽ ഉൾപ്പെടെ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കോട്ട് കൊടുത്തിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നമ്മളെ അളവുകളെല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൊട്ടേഷൻ കൊടുക്കാണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു അളവ് ഉണ്ടായതിനു ശേഷം ഒരു കമ്പനികളെ വിളിക്കുന്നതാണെങ്കിൽ പലപ്പോഴും പ്രൈസും കൂടുതലുണ്ട്. പ്രൈസ് അവർ കൂടുതൽ പറയും. കാരണം അവിടെ ഓൾറെഡി സൈസ് ഓക്കെ ആയി, നമുക്ക് ഫിറ്റിങ്ങിന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അതുണ്ട് ഇതുണ്ട്, മുകളിൽ കയറ്റാനുണ്ട്, അതുണ്ടാവും, മണ്ണാങ്കട്ട തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൈസ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ നിങ്ങൾ കൊട്ടേഷനൊക്കെ എടുത്ത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുക. ഒരുപാട് കാലം നീണ്ടു വരുന്നതാണെങ്കിൽ എല്ലാ കമ്പനിക്കും അതിൻ്റെതായ പ്രൈസിൽ വേരിയേഷൻ വരും. കാരണം മെറ്റീരിയൽസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് പ്രൈസ് ആയിരിക്കുമല്ലോ, അത് വേരി ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ അത് അനുസരിച്ചിട്ട് എന്തായാലും പ്രൈസിൽ മാറ്റം വന്നേക്കാം. ഗേജ് പറയും, 16 ഗേജ്, 18 ഗേജ്, പിന്നെ ഇന്ന മെറ്റീരിയൽ, ആ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ അതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. കാരണം ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ഇതിൻ്റെ തന്നെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗം കംപ്ലീറ്റ് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് ഈ ബോൾട്ട് ചെയ്ത ഭാഗമൊക്കെ ബെൻഡായിട്ട് കാണാം, വാളിൽ ബെൻഡായിട്ട് കാണാം. ചെറിയ ടാക്ക് അല്ലെങ്കിൽ സ്പോട്ട് വെൽഡിങ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്രയും തിന്നായിട്ടുള്ള ഷീറ്റാണ്. ഈ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ പുറമേ ഉള്ള അത്രയും പെയിന്റിങ്ങും കോട്ടിങ്ങും ഇവിടെ കാണാനില്ല, മെറ്റൽ അകത്തുനിന്ന് തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ തുരുമ്പിടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഇത് കണ്ട ഫോം സ്പ്രേ അടിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെയൊക്കെ ആ ഒരു പ്രശ്നം കാണിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഇത് സോളിഡ് ആണോ, ഇതിലെന്താണ് ഫില്ല് ചെയ്തിട്ട് വരുന്നത്, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. പിന്നെ ഇത് ഒരു കാരണവശാലും സിമെന്റ് ഡയറക്റ്റ് പിന്നെ നമ്മൾ മണലും കൂട്ടിയിട്ട് ഇതിൻ്റെ അകം ഫില്ല് ചെയ്യാതിരിക്കുക. ചില ആൾക്കാരൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് അകത്തുനിന്ന് പുറത്തേക്ക് തുരുമ്പ് വന്ന് കേടാവും. കാരണം അകത്ത് നമുക്ക് ഒരിക്കലും പെയിന്റ് അടിക്കാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് സോളിഡ് ഇങ്ങനെ പൈപ്പ് പോലെ വന്നിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ അതിൻ്റെ ജോയിന്റ് വെൽഡിങ് വരുന്നുണ്ടാവും, അവിടെ പെട്ടെന്ന് തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഏതായാലും ഞാൻ ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ടോപ്പ് വരുന്ന സമയത്തേക്ക് ഇപ്പോൾ ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ തിക്നെസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നു മേ ബി ഒരു 2 mm താഴെ തിക്നെസ് മാത്രമേ ഉള്ളൂ. 2 mm ഉണ്ടാവില്ല, ഒരു 1.5 mm തിക്നെസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ കട്ടിംഗ് ഒന്നും ഇങ്ങനെ പോയിട്ട് വെൽഡിങ്ങിലല്ല വന്നിട്ടുള്ളത്, ജോയിന്റ് ഇതായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ട ഈ കോർണർ കണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ഇളകുന്ന കാണാൻ പറ്റുമല്ലോ, ഇത്രയും സ്ട്രെങ്ത് ഉള്ളൂ. ഇതെല്ലാം ഒരു കമ്പനീൻ്റെ ഒരു ജിമ്മിക്ക് പരിപാടി, ഏകദേശം അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒക്കെ ചെയ്യുന്ന പോലെ ആംഗിൾ വെച്ചിട്ടുള്ള പരിപാടികളാണ്. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോറിനെ പറ്റി ചോദിച്ചപ്പോൾ GA ആണ് ചെയ്തിട്ടുള്ളത്. ഞാനത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് GP ആണ്. GPയും GAയും തിരിച്ചറിയാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ട്. അതായത് GA എന്ന് പറയുന്നത് നമ്മൾ ഫുൾ പ്രോസസ്, അതായത് ഈ ഒരു കട്ടിലാണെങ്കിൽ കട്ടില ഫുള്ള് ഉണ്ടാക്കിയതിന് ശേഷം
അതിനെ കാൽവനൈസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് GI പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പൊ MS കൊണ്ടാണെങ്കിൽ MS കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ GP ഷീറ്റ് കൊണ്ടാണെങ്കിൽ തന്നെ നമ്മൾ കട്ടിങ് വരുന്ന ഭാഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വെൽഡിങ് വരുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ അതിനെ ഗാൽവനൈസ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോ ഒരു പൗഡർ കോട്ടൊക്കെ ചെയ്യും പോലെ, അല്ലെങ്കിൽ പൗഡർ കോട്ട് ചെയ്യുന്ന പ്രോസസ്സ് അല്ല, അതുപോലെ 18ഓളം പ്രോസസ്സിലോട് കൂടി കോട്ട് ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ ഇതിന്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്യുന്നതിനാണ് GI എന്ന് പറയുന്നത്. എന്നാൽ അധിക സ്ഥലത്ത് GI അല്ല വരുന്നത്. ഇത് വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും ശരിക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. GP ആണ് വരുന്നത്. GP എന്ന് പറഞ്ഞ സമയത്തേക്ക് പ്രീ ഗാൽവനൈസ്ഡ് ഷീറ്റാണ്. അതായത് നമ്മൾ ആദ്യമേ ഗാൽവനൈസ് ചെയ്ത ഷീറ്റ് വാങ്ങിയിട്ട് ആ ഒരു ഗാൽവനൈസ് ചെയ്ത ഷീറ്റിനെ ബെൻഡ് ചെയ്തിട്ട് പൈപ്പ് രൂപത്തിലാണെങ്കിൽ പൈപ്പ് രൂപത്തിലാക്കിയിട്ടാണ് വരിക. അപ്പൊ നമ്മളിപ്പോ സാധാരണ അപ്പോളോ, ജെയിൻ അങ്ങനെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന പൈപ്പുകളൊക്കെ GP പൈപ്പുകളാണ്. അപ്പോൾ അതിന്റെ ജോയിന്റ് വരുന്ന ഭാഗം തുരുമ്പുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അകത്ത് പെയിന്റോ പിന്നെ കോട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. ജസ്റ്റ് ഒരു ഓയിൽ ഒരു ഒരു തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഓയിൽ കോട്ട് ചെയ്തിട്ടാണ് വിൽപ്പന നടത്തുന്നത്. ഷോപ്പിൽ പോയി പരിശോധിച്ചാൽ മനസ്സിലാവും. ആ സമയത്ത് ടാറ്റിയിലൊക്കെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും 360 GSM GI കോട്ടിങ്. അത് ഈ പറയുന്ന പൈപ്പ് ഉണ്ടാക്കിയ ശേഷം, ട്യൂബ് ഉണ്ടാക്കി വെൽഡിങ്ങും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അതിനെ ഹോട്ട് ഡിപ്പ് ചെയ്യുന്നത്. അപ്പൊ ടാറ്റയുടേതൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഈ ട്യൂബിൽ ഈ ഒരു കട്ടിലൊക്കെ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ കട്ടിലയുടെ ഫ്രെയിമൊക്കെ നമ്മൾ പരിശോധിച്ചതിനെ പറ്റിയൊക്കെ പ്രത്യേക ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ ചെയ്ത കട്ടിലിനെ പറ്റി പറയുന്ന ഒരു സമയത്ത് നമ്മളത് കാണിച്ചിട്ടുണ്ട്. അതിൽ അപ്പോളോ എന്നുള്ളത് മെൻഷൻ ചെയ്തതിൽ പക്ഷെ ടാറ്റയുടെ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ വേറൊരു സ്റ്റിക്കർ ഒട്ടിച്ചുള്ളത്. അതിന്റെ ഈ ഒരു ഭാഗം പഞ്ചിങ് ഗ്രൈൻഡ് ചെയ്യാൻ മറന്നു പോയതൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പലതരത്തിലുള്ള തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. അപ്പോൾ GP എന്ന് പറയുന്ന സംഭവം ഡയറക്റ്റ് മണ്ണിലേക്ക്, സിമെന്റിലേക്ക് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, ടൈലിലൊക്കെ വെച്ച് നമ്മൾ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ തുരുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. GI അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. നമ്മളിപ്പോ ടവറിന്റെ മെറ്റീരിയലൊക്കെ കാണുന്നില്ല, നമ്മളിപ്പം വയലുകളിലും ഒക്കെ ആണെന്നുണ്ടാവോ എപ്പോഴെങ്കിലും അത് തുരുമ്പ് പിടിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പെയിന്റ് അടിക്കലുമില്ല, തുരുമ്പ് അടിക്കലുമില്ല. ഇലക്ട്രിക്കൽ ടവറുകളാണ് പറയുന്നത് കേട്ടോ, മൊബൈൽ ടവറുകളല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നെറ്റ്വർക്ക് കേബിളൊക്കെ വരുന്നത്, ടെലിഫോൺ പോസ്റ്റുകളൊക്കെ കാണുന്നില്ല, അതൊക്കെ GI ആണ് വരുന്നത്, ഒറിജിനൽ GI. അത് തുരുമ്പ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ പോസ്റ്റിന്റെ ഒക്കെ ക്രോസ് ബാറുകളായിട്ട് നമ്മൾ ഇൻസുലേറ്റർ ഒക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കിയുള്ളത്. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് GI ആണോ GP ആണോ കൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നന്നാവും കേട്ടോ. അപ്പൊ ആ GI ലാസ്റ്റ് ചെയ്യുന്ന അത്ര എന്ത് ചെയ്യില്ല, നമുക്ക് GP ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നതാണോ അല്ല, ഈ തിക്നെസ് നമ്മൾ കൊട്ടുമ്പോൾ സൗണ്ട് ഒക്കെ കേൾക്കും. അപ്പൊ അതൊക്കെ ചില ആൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ നമ്മളിപ്പോ എന്ത് പെയിന്റ് ചെയ്താലും ഈ GP GIനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള പെയിന്റിങ് ചെയ്താൽ മാത്രമേ അതിന് പെയിന്റ് നിൽക്കും, അല്ലെങ്കിൽ ഇളകി പോകാനുള്ള ചാൻസും കൂടുതലാണ്. അതിന്റെയൊക്കെ ഫുട്ടേജ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഏതായാലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യുക. സ്ട്രെങ്ത് വൈസ് ഓക്കെ ആണെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, എസ്തെറ്റിക് നോക്കുമ്പോൾ ഒക്കെ പിന്നീട് പ്രോബ്ലം വരും. എസ്തെറ്റിക്കിന് വേണമെങ്കിൽ വുഡിന്റെ ഗ്രെയിൻസ് ഒക്കെ വരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ലുക്കാക്കി എടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നല്ല വൃത്തി തന്നെ ചേർക്കും. പക്ഷെ ഈ പെയിന്റ് നിൽക്കാത്ത ഒരു പ്രശ്നമൊക്കെ ആവുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ഇളകി വഴിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇതൊരു അരോചകമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന FRP ഡോറിനും മരത്തിനും കോൺക്രീറ്റിനും അതുപോലെ തന്നെ WPCക്കും എല്ലാത്തിനും പ്രോബ്ലം ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്. സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റീല് നമുക്കറിയാലോ, മറ്റുള്ള മെറ്റീരിയലിനെ അപേക്ഷിച്ചിട്ട് സ്ട്രെങ്ത് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഫയർ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒന്നും ബാധിക്കാൻ സാധ്യതയില്ല. എങ്കിലും ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ നിങ്ങൾക്ക് സാധാരണ മെയിൻ ഡോറിനെ അപേക്ഷിച്ചിട്ട് ഫ്രണ്ട് ഡോറ് അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് മുകൾ വശത്തുള്ള വീട്ടിൻ്റെ ഒരു എക്സിറ്റ് ആയിട്ട് വരുന്നത് മുകൾ വശത്തുള്ള ഡോറാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ വീട്ടിൻ്റെ തന്നെ അകത്തെ ഡോറിനും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അകത്തെ ഡോറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വിഷയം വരുന്നത്, കാരണം അവിടെ നമുക്ക് പ്രൈവസി എന്നുള്ള നിലക്കൊരു ജസ്റ്റ് ഒരു ക്ലോസിങ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പഴയ പോലെ ഇപ്പം എന്തെങ്കിലും ഗോൾഡ് പോലത്തുള്ളതോ അല്ലെങ്കിൽ പണമൊന്നും സൂക്ഷിക്കുന്ന സിസ്റ്റം ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ. അധികം ആൾക്കാർ ലോക്കറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. പിന്നെ ജീവന് ഭീഷണിയായി വരുന്ന സംഭവങ്ങളാണെങ്കിൽ നമുക്കിപ്പം അങ്ങനെ വീട് പൊളിച്ചിട്ട് ഡോറ് പൊളിച്ചിട്ടൊന്നും ഒരാളെ ആക്രമിക്കാനൊന്നും സാധ്യതയില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു തെഫ്റ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മെയിൻ ഡോറായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വെക്കുമ്പോൾ ഭാവിയിൽ ഇതിന് സ്ട്രെങ്ത് കുറയുകയാണെങ്കിൽ നമ്മൾ മരത്തിന്റെ ഡോറും അതുപോലെ തന്നെ WPCയുടെ ഡോറൊക്കെ കുറുമ്പടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു 2 എൻഡിലായിട്ട് പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അത് ശരിക്കും നമുക്ക് കല്ലിന്റെ അകത്തേക്ക് കയറി നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ ബ്രിക്കിന്റെ അകത്തേക്ക് കയറി നിൽക്കും, അല്ലെങ്കിൽ മുകളിലത്തെ ലിൻഡലിന്റെ അകത്തേക്ക് കയറി നിൽക്കും ആദ്യമേ ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പൊ അതൊന്ന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. പിന്നെ അത് കൂടാതെ ഈ ബ്രിക്കിന്റെ അകത്തേക്ക് L ഷേപ്പിലുള്ള ഒരു Z ഷേപ്പിലുള്ള
ഒരു ക്ലാമ്പ് കൂടി വെച്ച് കൊടുക്കലുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ബോൾട്ട് മാത്രമേ ഉള്ളൂ. അത് പുറമേ തന്നെ എല്ലാ വർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലായിട്ടുണ്ടാവും. ഡോർ അകത്തേക്ക് തുറക്കുന്ന രീതിയിലുള്ള, അതുകൊണ്ട് തന്നെ എല്ലാ ബോൾട്ടും സംഭവങ്ങളൊക്കെ പുറത്താണ് വരുന്നത്. അതിൻ്റെ ആ ക്യാപ്പ് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ പുറമേ തന്നെ സ്ക്രൂ അഴിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ളത്. അതും ഒരു മണ്ടത്തരം തന്നെയാണ്. അപ്പോൾ സേഫ്റ്റീനെ ബാധിക്കുന്ന ഭാഗം കൂടി ആയതുകൊണ്ടാണ് ഈ ഒരു ഭാഗം എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഇതിന് ഒട്ടും സ്ട്രെങ്ത് കുറവാണെന്നുള്ളൊരു അഭിപ്രായം ഒരിക്കലും സ്റ്റീൽ തന്നെയാണ് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ട്രെങ്ത് ഉള്ള ഡോറ് അഭിപ്രായമുള്ളത്. പക്ഷേ നമുക്ക് പല കമ്പനികളും പല രീതിയിൽ ചെയ്യുന്നതുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുപ്പി പെട്രോളും ഒരു തീപ്പെട്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു മരത്തിൻ്റെ ഡോറ് ഈസിയായിട്ട് കത്തിച്ചിട്ട് പൊട്ടിച്ചിട്ട് അകത്ത് കയറാൻ പറ്റും. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഫിറ്റിങ്ങും സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പാരയിട്ട് തെക്കിയിട്ട് ഈസിയായിട്ട് തന്നെ പൊട്ടിക്കാൻ വേണ്ടി പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും. പിന്നെ ഇവിടെ ഇനിയിപ്പം ഈ ഒരു ഗ്യാപ്പിൽ ഇപ്പം ഈ ഒരു ഭാഗം വന്ന് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പം ഒരു പാനലിങ്ങോ മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോറായിരിക്കും. ഇവിടെ ഒരു വേറെ തന്നെ ഒരു പീസ് ഇങ്ങനെ വെച്ചത് വേറെ കാണാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് ഭംഗം വരുന്ന രീതിയിലും ആയിട്ട് മാറിയേക്കും. ഇതിപ്പോൾ നമ്മൾ ഫിറ്റാക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത വകയാണ്. ഇതുണ്ട് ഇപ്പം തന്നെ ഇവിടെ തുരുമ്പിൻ്റെ അംശം വന്നു തുടങ്ങി. വളരെ തിന്നായിട്ടുള്ള ഈ ഒരു പ്ലേറ്റാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഫിറ്റാക്കുന്നത്. വളരെ തിന്നെന്ന് പറഞ്ഞാൽ വളരെ തിന്ന്. അതാണെങ്കിൽ 2 ടാക്കാണ് ഉള്ളത്. ഫുൾ വെൽഡും കൂടി ഇല്ല. ഫുൾ വെൽഡ് അടിക്കാൻ പറ്റില്ല, കാരണം അത്രയും തിക്ക് കുറഞ്ഞതാണ് പ്ലേറ്റ്. 1.2 mm ഉണ്ടാവും കേട്ടോ. ഏകദേശം ഒരു 18 kg ആ ഒരു ലെവലിൽ ഉണ്ടാവും. ഇത് കണ്ട ഫോം സ്പ്രേ അടിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു കട്ടില എന്ന് പറയുന്ന സംഭവം. ഒരു വെൽഡിങ്ങും വരുന്നില്ല. ഈ ഒരു ഭാഗമൊക്കെ നോക്കാൻ നിങ്ങൾക്ക് 2 ഇതിട്ടിട്ട് ബെൻഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ലോക്കിംഗ് ഒക്കെ ഇത്രയും സിസ്റ്റം വരുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നല്ലതില്ലായിട്ടല്ല കേട്ടോ, നല്ല കമ്പനികളും ഒരുപാട് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും ഒരുപോലെയല്ല നമ്മൾ പറയുന്നത്. നല്ലത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കാണ് വീടെടുക്കുന്നത്. അതൊരിക്കലും ഫിനിഷിങ്ങിൻ്റെ പുറത്ത് മാത്രം ഒരു കമ്പനി സെലക്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നല്ല തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു പാക്കിങ്ങിൻ്റെ എണ്ണം നോക്കിയാൽ മനസ്സിലായി, ഇത്രയും എണ്ണം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ പാക്കിങ് ഇതിന് നേർക്കല്ലാത്തതുകൊണ്ടാണ് ഇത് ബെൻഡായിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അളവുകൾ, കൃത്യമായിട്ടുള്ള അളവുകൾ തന്നെ ഗ്യാപ്പ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ബ്രാൻഡ് തിരഞ്ഞെടുത്ത് കൊട്ടേഷൻ ആദ്യമേ എടുത്തു വെക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് കാര്യങ്ങൾ ഫിറ്റ് ആക്കുന്നതിന് മുമ്പേ തന്നെ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫില്ലിങ് വരുന്ന ഭാഗം ഫില്ലിങ് വരും, മസ്റ്റായിട്ട് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ചുമര് പൊട്ടിക്കേണ്ടി വരും. അളവിൽ ചിലപ്പോൾ 120 വെച്ചിട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് ഒക്കെ 119 ഉള്ളെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിക്കേണ്ടി വരും. അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുമെന്നും അത് ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അവസാന സ്റ്റേജിലാണ് ഇത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയനഷ്ടവും ഫിനിഷിങ്ങിൻ്റെ പ്രശ്നങ്ങളും പണത്തിൻ്റെ നഷ്ടവും എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അയച്ചുകൊടുത്തേക്ക്. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയം വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.